ഏവർക്കും സാദരമായിട്ടുള്ള നല്ല നമസ്തേ. ഞാൻ അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ. കേരളത്തിലെ ജനങ്ങൾ എന്ത് പിഴച്ചു? ജൂലൈ മാസം ഏതാണ്ട് 29-ാം തീയതി വരെ കേരളത്തിൽ വളരെ വരണ്ട കാലാവസ്ഥയായിരുന്നു. ചൂട് അസഹനീയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പെട്ടെന്നാണ് മഴ വന്നത്. അത്ര വലിയ മഴയൊന്നുമല്ല. പക്ഷെ കേരളത്തിലെ 3 ജില്ലകൾ ഏതാണ്ട് പരിപൂർണമായി വെള്ളത്തിൻ്റെ അടിയിലായി. ഇത് വിളിച്ചു വരുത്തിയ ഒരു വെള്ളപ്പൊക്കമാണ്. 2018-ൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ചെറിയ പുഴകളിലും നദികളിലും ആറുകളിലുമൊക്കെ ചെളിയും മറ്റ് മണലുമൊക്കെ അടിഞ്ഞുകൂടി അവയുടെയൊക്കെ ആഴം വളരെ കുറഞ്ഞു. ആ പ്രദേശങ്ങളിലൂടെ വള്ളം കടത്തുന്നവർക്കറിയാം, പഴയ രീതിയിൽ അവരുടെ ഊന്ന് താഴുന്നില്ല. പക്ഷേ സർക്കാർ എന്താ ചെയ്യുന്നത്? സർക്കാർ നാളിതുവരെ ഈ ചെളി നീക്കുവാനോ മണൽ നീക്കുവാനോ യാതൊരു സംവിധാനവും ചെയ്തില്ല. മാത്രമല്ല, കോറി മാഫിയകളെ സഹായിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചു വന്നത്. ഇപ്പം വെള്ളം പൊങ്ങിയപ്പോൾ ഇരു കക്ഷികളും പരസ്പരം പഴിവാഴി എറിയുകയാണ്. ഇവരുടെയൊക്കെ പഴിവാരൽ ചെന്നെത്തുന്നത് ജീവിതം പൊറുതിമുട്ടിയ പാവപ്പെട്ട ജനങ്ങളുടെ മുകളിലാണെന്ന് ഇവർ മനസ്സിലാക്കണം. ഏറ്റവും പരമദയനീയം, നമ്മുടെ 3 ജില്ലകൾ വെള്ളത്തിലായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ പറക്കലാണ്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ പറന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു. അതെന്തുമാകട്ടെ. പക്ഷേ അതിന് ശേഷം പൊന്നാനിയിൽ പോയി അദ്ദേഹം നടത്തിയ ഒരു തീറ്റി, പറയാതിരിക്കാൻ വയ്യ. തിന്നുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ തീറ്റിയുടെ ഫോട്ടോ എടുത്ത് ഈ നവമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുകയും അതിലൊക്കെ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നതിന് നാണം വേണ്ട. കാരണം നാണമില്ലല്ലോ, പക്ഷെ ഇച്ചിരി ഉളുപ്പ് വേണം. ഇത് പ്രതീക്ഷയറ്റ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാവിധ പ്രതീക്ഷകളെയും തച്ചു തകർക്കുന്നതിനാണ്. എന്നിട്ടുള്ള വിവരണമോ അതിനും വലിയ കഷ്ടം. ആരും ആഹാരം കഴിക്കുന്നതിനൊന്നും പറയത്തൊന്നുമില്ല കേട്ടോ, ആഹാരം കഴിച്ചു. പക്ഷെ ജനങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കേണ്ടേ? പ്രളയത്തിൽ പല പ്രദേശത്ത് മരിച്ച ആൾക്കാരുള്ള പ്രദേശത്ത് നിന്ന് ഇദ്ദേഹം ഇങ്ങനെയുള്ള കോപ്രായമൊക്കെ കാണിക്കുന്നു. എന്ത് തെറ്റാ കേരളത്തിലെ ജനങ്ങൾ ചെയ്തത്? സത്യത്തിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഈ ഭരണാധികാരികൾക്ക് കഴിയുന്നുണ്ടോ പരിശോധിക്കണം. ഏതാണ്ട് 800 കോടി രൂപ മുടക്കിയാണ് AC റോഡ് നവീകരിച്ചത്. ഒരിക്കലും വെള്ളം കയറത്തില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവിടെ മൊത്തം വെള്ളം മുങ്ങിക്കിടക്കുക. കേരളത്തിൽ ഇതൊന്നും ഇല്ലായിരുന്ന കാലത്ത് കായൽ കെട്ടി കൃഷി ഇറക്കിയ കായൽ രാജാവെന്ന് പറയുന്ന മുരിക്കനോ ഒന്നും വേണ്ട, നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുന്ന രാമസ്വാമി അയ്യരോ ഒക്കെ കാണിച്ച ഭരണ നൈപുണ്യമെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി കാണിച്ചിരുന്നു എങ്കിൽ എന്ന് ആരെങ്കിലും ആശിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാരണമില്ല. കാരണം കേരളത്തിന് വേണ്ടി ഭരിക്കുന്ന ഭരണാധികാരികൾ കേരളത്തിലില്ല എന്നത് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.